ഹലോ. അപ്പോൾ ഇന്നത്തെ എല്ലാവരും ഞങ്ങൾ വരി നിൽക്കാൻ നോക്കി, പക്ഷെ നടക്കൂല. ഒടുക്കാതെ തിരക്കാം. അപ്പൊ ഞങ്ങള് വെറുതെ പുറത്തുകൂടി ഒക്കെ പോയി തൊഴുതിട്ട് വരാം. അല്ല, രാത്രിയിൽ ഞങ്ങൾ വരിക്കാൻ പോയി നോക്കിയപ്പോഴേ വരി കിടക്കുന്ന മടക്കിയതാണ് അറ്റത്താണ്. അപ്പൊ അത് നടക്കൂല. അപ്പൊ ആ പരിപാടി അവിടെ വെച്ച് നിർത്തിച്ചു. അങ്ങനെ രാവിലെ ഞങ്ങൾക്ക് വെറുതെ എല്ലാവരും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി തൊഴുതിട്ട് വരാം. ഉള്ളുന്ന വീഡിയോ ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ട് ഉള്ളത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. വീഡിയോസ് ഒന്നും പാടില്ല. അപ്പോൾ നമ്മൾ പോകുമെന്നാണ് ഇപ്പോൾ ഈ വീഡിയോ. ഇനി നമുക്ക് പോയി തൊഴുതിട്ട് വരാം. എപ്പോഴാണ് ലോട്ടറി എടുക്കുക? എന്താണ് ഏതാണ് ഇന്നത്തെ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഭയങ്കര തിരക്കാണ്. അമ്പലത്തിലൊക്കെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല കേട്ടോ. പ്രസാദമൊക്കെ കഴിച്ചു. ഞങ്ങൾ സാമ്പാറും അവിയലും ഉപ്പേരി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. ഉഷാറായിട്ട് ഊണൊക്കെ കഴിച്ചു. ഞങ്ങള് ഉള്ളിൽ കയറി തൊഴുതു. ഭയങ്കര തിരക്കാണ്. തിരക്കിച്ചാലും ഒരാ നിയന്ത്രണമാണ്. ഇപ്പോൾ തിരക്ക് കാരണം നിയന്ത്രണമുണ്ട്. പിന്നെ ഫുള്ള് ചുറ്റുവരെല്ലാവരും തൊഴുതു. പ്രസാദമൊക്കെ കഴിഞ്ഞു. ഇവിടെ എന്തായാലും ഗുരുവായൂർ വന്നതല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ ആനപ്പന്തി കണ്ടു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ വിചാരിച്ചു. 2 മണി കഴിഞ്ഞാൽ ഇവിടെ റൂം എത്തിയിട്ടാണ്. അപ്പോൾ ആ ടൈം കണക്കാക്കിയിട്ട് നമ്മളിപ്പോൾ റൂം പോയിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് പറഞ്ഞു. ഇപ്പോൾ 12 മണിക്കൂറുള്ള തരം റൂമിൽ നിൽക്കാൻ പറ്റിയ. ആദ്യം 24 മണിക്കൂർ പറ്റിയത് അല്ലേ? റൂമൊക്കെ വെക്കിട്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ആനപ്പന്തി കാണാൻ പോകും. എല്ലാരും ക്ഷീണായി, എല്ലാരും ടയോട്ടായി. അപ്പൊ നമുക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മളിവിടെ നേരെ ആനപ്പന്തി പോകും. നമുക്ക് ബാക്കി വിശേഷങ്ങൾ ആനപ്പന്തിന്റെ അവിടുത്തെ കാണാം. ആമ്പലം ഉണ്ടോ? പറഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടല്ലേ? 4 രൂപ. ബാക്കിന്റെ അവിടെ വെക്കണ്ട. അപ്പോൾ നമ്മൾ ആനക്കോട്ടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോ ആനകളും എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാം. പേരറിയുന്നതാണ് ഇതുണ്ടെങ്കിൽ ഞങ്ങൾ പേരും പറഞ്ഞുതരാം, ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം. എന്തായാലും ഇനി ഞങ്ങളൊന്ന് ചുറ്റി നോക്കട്ടെ, മൊത്തത്തിലും ചുറ്റട്ടെ കേട്ടോ. ആരൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് നോക്കിയിട്ട് അവരോട് ചോദിക്കുക. അറിയുന്ന ആൾക്കാരോട് ചോദിക്കുക പേരെന്താന്നുള്ളത്. അപ്പോൾ പോരെ, എല്ലാവരും പോരും. നമുക്ക് എല്ലാവരും ഒന്ന് ചുറ്റിക്കാം. ഇത് ഇല്ലാണത് അമ്പലം. ഇതാരാ നോക്കുക? ആടുന്നുണ്ട്. ഇതിലൊന്നും പേരില്ല കേട്ടോ. ആരാന്ന് നമുക്ക് അറിയില്ല, കറക്റ്റ് അറിയില്ല. നല്ല ആട്ടുണ്ട്. ആടുണ്ട്. ആടിക്കോളൂ. നേരം വെളുക്കോളം ആടിക്കോളൂ. ഇങ്ങോട്ട് തെറ്റിയോ? അപ്പോഴേക്കും തെറ്റിയോ? എന്താട്ടോ ഞങ്ങൾ വന്നപ്പോ അങ്ങോട്ട് തിരിഞ്ഞിക്ക് ഇവിടെ അങ്ങനെ എന്താണ് ഇത്ര ദേഷ്യം? എന്താണ് പ്രശ്നം? തെറ്റിയോ? എന്താണ് എനിക്ക് സുഖല്ലേ അപ്പൂസേ? വരുന്നാന്തനൊന്നുമില്ല മുത്തുമണി. ആടോ തിന്നാൻ കൊടുക്കുന്നില്ലായിരുന്നു. നീരുകാലാവും. എപ്പോഴാ ഇളകാറില്ലല്ലേ? ഞങ്ങളൊന്നും
രണ്ടിടത്തും ചങ്ങലുണ്ട്. അപ്പുറത്തേക്ക് ആളെ മാറ്റി നിർത്തിക്ക. ആനനെ കുളിച്ചും കണ്ടില്ലല്ലോ. സച്ചോ പിടിയാനാണ്. അതാണ് ബൽറാം. ഏറ്റവും കൂടുതൽ തൂക്കം കൂടിയ ആനയാണത്. ഗുരുവായൂർ വിഷ്ണു. ഗുരുവായൂർ എന്താ? ഗുരുവായൂർ നന്ദനാട്ടത്. അപ്പോൾ ആ പഴയ ഒരു ഉഷാറൊന്നും ഇല്ല ആൾക്ക്. ഇതുപോലെ ആയിരുന്നില്ല കേട്ടോ. അല്ല നമ്മോട് സെക്യൂരിറ്റി പറഞ്ഞു ഇപ്പൊ ഗുരുവായൂർ നന്ദന. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു അയാളെ നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവില്ല അപ്പോന്നേ. ഞാനത് ഭംഗീന്റെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കണം ഓരോന്ന്. പക്ഷെ ആരും കാണാനില്ല ആളെ. ജൂനിയർ വിഷ്ണു അപ്പുറത്തേക്കുള്ള ജൂനിയർ വിഷ്ണു ഉണ്ട്. പക്ഷെ ആളെ ഒരു മാറ്റി കെട്ടിയിരിക്കുകയാണ്. ഇത് ബൽറാമാണ്. ബൽറാം VS താരദാസ്. ഇതും ചുന്ദരി പെണ്ണല്ല. ചുന്ദരി തന്നെയാണ്. ഞാൻ ഇത് കണ്ടപ്പോ നമ്മളെ അങ്ങാടിപ്പുറം വന്ന ആന വിചാരിച്ചു. അതാ വിചാരിച്ചു. അയാളിപ്പോ ഒന്നും കൂടി ഭംഗി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കാണാൻ രസപ്പോ ആളെന്നെ ഉള്ളു തോന്നുന്നു. ഇന്ദ്രസേനും കാണാൻ നല്ല ഭംഗിയാണ്. ഇന്ദ്രസേനും കുഴപ്പമില്ല. ഇല്ല, ഇന്ദ്രസേന്റെ പേര് മാറ്റില്ലല്ലോ. ആളിവിടെ ഇവിടെ കൊണ്ട് ഇരുത്തിയണോ? നമ്മൾ ഗുരുവായൂർ കൊണ്ടുപോയിട്ട് ആ ഉണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നല്ലോ അവിടെ. ഗുരുവായൂർ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഇന്നലെ നോക്കിയപ്പോ കണ്ടല്ലോ. ഇവിടെ ഇപ്പൊ ഉണ്ടാവില്ല. ചിലപ്പോ ഉണ്ടാവും. ചിലപ്പോ ഇവിടെ നിന്നല്ലേ കൊണ്ടുവരില്ല. അങ്ങോട്ട് ശിവേലിക്ക് കൊണ്ടുവരില്ലല്ലേ? ഗോപികൃഷ്ണൻ ഇല്ല, അവിടെ ഇവിടെ കെട്ടിയിട അല്ല. ഇവിടെ അവിടെ പറമ്പിലൊക്കെ ഉണ്ടാവും. അന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തില്ലേ? ചിലപ്പോ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പുറത്തുണ്ടാവും. ശിവേലിക്ക് വരലാണ്. എനിക്കറിയില്ല കേട്ടോ. ആ വരണ ആന വരും. ബൽറാം പാട്ടി മണിയേ അവിടെ ചോക്കാണിത്. തോക്ക് മണിയാണിത്. കപ്പൂസേ രണ്ട് ശർവല്. അപ്പൂസേ അപ്പുണ്ണിയെ കൊരങ്ങ ഒന്നും ഇങ്ങോട്ട് നിക്കട കൊരങ്ങ. നോക്ക് ഇവരുടെ അതിനൊക്കെ പറഞ്ഞാ കേൾക്കണ ആൾക്കാരെ നമുക്ക് ആനേനെ കുളിച്ചും കാണാം. എന്തായാലും നമുക്ക് ചാവക്കാട് പോക്ക് നടക്കൂല. അപ്പൊ ഇവിടെ മാക്സിമം ആന കുളിക്കണം. അപ്പോൾ അവർക്ക് വെള്ളം തട്ടുമ്പോൾ സുഖം ഉണ്ടാവും അല്ലേ? എടാ അപ്പോൾ ഇവിടെ ഇരുന്നാ ഇവിടെ അങ്ങോട്ട് വാച്ചെടുത്തുക. ഇവിടെ ഇരുന്നു. കാണാൻ വേണ്ടി വന്നതാട്ടോ. കേട്ടോ കേട്ടാ ഇവിടെ തൊഴിൽ തുടങ്ങിയത്. വിളിച്ചോർത്താണ്. വിളിച്ചാ പിന്നാലെ പോകണ്ടക്ക.
അല്ല ആനകളുടെ അനുസരണ കണ്ടോ, വിളിച്ച പോലെ പിന്നാലെ പോണൊക്കെ. ഇങ്ങോട്ട് വാ പറഞ്ഞേക്ക് ഇങ്ങോട്ട് പോയി. ആനകൾക്കൊക്കെ മലയാളം അറിയില്ല, നമുക്ക് പറഞ്ഞ് മനസ്സിലായിക്കല്ലേ. പോയി ആള് പോയി, കുളി കഴിഞ്ഞ് പോയി. വാ നമുക്ക് പിന്നാലെ പോവാ പോര്. ഇത് രാമദാസ് ആട്ടോ, ആനൻ്റെ പേര് രാമദാസ്. സജിത ഇതാരാണ്? ഇത് ദേവനന്ദ്. ആനൻ്റെ പേര് ദേവനന്ദ്. നമുക്ക് അറിയണ ആനയുടെ പേരുകളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ദേവനന്ദ്, ദേവദാസാണ് കേട്ടോ, ദേവനന്ദനല്ല ദേവദാസ്. ഇതൊക്കെ നീരുകാലാണ്, ഒക്കെ മതളകി നിൽക്കുകയാണ്, അധികം അടുത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ബാലു കേട്ടോ, ഇത് ബാലു പേരുണ്ട് അവിടെ, പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതാ തോന്നുമ്പോൾ പേരുണ്ട് ബാലുന്ന് കണ്ടു. ബാലുവിനും തന്നെ ഇതൊക്കെ മതളകി നിൽക്കണ ടീമുകളാട്ടോ. പിന്നെ വേറെ ആന വേറെ ഏതാ ആന ഉള്ളത്? ഇന്ദ്രസേന ഉണ്ട് കേട്ടോ. നമുക്ക് അപ്പുറത്തെ ഇന്ദ്രസേനെ കാണാം. ബേക്കിൽ നമ്മളെ പിടിയാന വരുന്നുണ്ട്. പിടിയാന ഇപ്പൊ കുളിച്ചേരുന്ന ആള് വരുന്നുണ്ട്. അതാ ആന കുളിക്കുന്നു. ഇങ്ങോട്ട് മാറുന്നത്, ഇങ്ങോട്ട് മാറിക്കും. ബാലു ആര്? ഇന്ദ്രസേനല്ലോ. അനന്തനാരായണ കേട്ടോ. സജിത ഞാൻ കേട്ടു. അതാണ് അനന്തനാരായണ. നല്ല കാണാൻ അയാള് നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഒറ്റ കൊമ്പുള്ളൂ, കൊമ്പ് കിടന്നു പോയതാണ്. അനന്തനാരായണ കാണാൻ രസമുണ്ട് കേട്ടോ, പ്രത്യേക രസം. വെള്ളം കുടിക്കാൻ അണ്ണാക്കി തിരികെ എത്ര നേരം മതിയാകുമ്പോ ആണ് തുപ്പതായി പൈപ്പോട് കൂടി തൊള്ളല് വെച്ചിരിക്കാണ്. അപ്പൊ എത്ര വെള്ളം വേണ്ടല്ലേ? ഇതിലാണ് ആനകളെ മെരുക്കിയെടുക്കുന്ന സ്ഥലമല്ലേ കേട്ടോ. ആനേനെ മെരുക്കിയെടുക്കുന്ന സ്ഥലമാണത്. ആ കൂട്ടിലിട്ടിട്ടാണ് ആനകളെ മെരുക്കിയെടുക്കുക. പുതിയ വരുന്ന ആനകളൊക്കെ, പുതിയ പിടിച്ചിട്ടുള്ള ആനകളൊക്കെ ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലമാട്ടത് ആ കൂട്. ഇവന് കുറച്ച് എന്തൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്താവോ വരിക്ക് നിർത്തിക്കൊണ്ട് കുളിപ്പിച്ചാൽ വരിക്ക് നിർത്തിക്കാൻ വേണ്ടി ചെയ്ത ഒക്കെ കുളിപ്പിച്ച് പുഴകളും തലാട്ടിയിരുന്ന ആള് ആണ്. മണ്ടപ്പൻ പല്ല് കേടുന്നു ഒരു ഫോട്ടോ എടുക്കട്ടെ നിങ്ങൾക്ക്.
Ini